അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അലിഫ് പോഡ്കാസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിജ്റ വർഷത്തിൻ്റെ തുടക്കത്തിലാണല്ലോ നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഹിജ്റയെ പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും അല്പം സംസാരിക്കാമെന്ന് കരുതുന്നു. ഞാൻ അൻസിൽ ബത്തേരി. നമ്മുടെ കൂടെ ഇന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് മുഹമ്മദ് VP. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് വളരെ നല്ലൊരു വിഷയം തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. യഥാർത്ഥത്തിൽ എന്താണ് ഹിജ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിജ്റ എന്ന വാക്കിൻ്റെ അർത്ഥം ഉപേക്ഷിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജന്മനാടായ മക്ക ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്തതിനാണ് നാം ഇവിടെ ഹിജ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ജന്മനാടായ മക്ക വിട്ടത്? മക്കയിൽ മുസ്ലിമീങ്ങൾ കടുത്ത പീഡനങ്ങളാണ് നേരിട്ടിരുന്നത്. വിശ്വാസത്തിൻ്റെ പേരിൽ മർദ്ദനം, സാമൂഹിക ബഹിഷ്കരണം, സാമ്പത്തിക ഉപരോധം, ഇങ്ങനെ പലതും മുസ്ലിമീങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും സുമ്മയ്യ ബീവിയുടെയും എല്ലാം ജീവിതം ഇതിന് തെളിവുകളാണ്. തുടർന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മദീനയിലേക്ക് ഹിജ്റ പോയത്. ഹിജ്റയുടെ യാത്രയിൽ നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ച സംഭവം എന്താണ്? എനിക്ക് ഓർമ്മ വരുന്നത് സൗർ ഗുഹയിലെ സംഭവമാണ്. നബി തങ്ങളെ വകവരുത്താൻ പുറപ്പെട്ട ഖുറൈശികൾ സൗർ ഗുഹയുടെ കവാടം വരെ എത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെയധികം സങ്കടപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കേണ്ടതില്ല, തീർച്ചയായും അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഈ ഒരു വാചകം അത് ഹിജ്റയുടെ ആത്മാവാണ്. പ്രയാസങ്ങൾ വന്നേക്കാം, പക്ഷേ അള്ളാഹുവിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടരുത്. മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് ശേഷം എന്തൊക്കെ നേട്ടങ്ങളാണ് ഇസ്ലാമിനുണ്ടായത്? ധാരാളം നേട്ടങ്ങൾ കാണാൻ സാധിക്കും. മസ്ജിദ് നബവി നിർമ്മിച്ചു. മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ ഒരു സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. പരസ്പരം ബഹുമാനം അടിസ്ഥാനമാക്കിയ ഒരു പുതിയ സമൂഹം രൂപപ്പെട്ടു. അതിലൂടെ ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയായി ലോകത്തിനു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതൊരു ചരിത്ര സംഭവം തന്നെ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഹിജ്റ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുഹാജിർ എന്നത് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവനാണ്. അപ്പോൾ ഇന്ന് ഓരോ മുസ്ലിമിനും ഒരു ഹിജ്റ ചെയ്യാനുണ്ട്. പാപങ്ങളിൽ നിന്ന് തൗബകളിലേക്ക്, അലസതകളിൽ നിന്ന് പരിശ്രമങ്ങളിലേക്ക്, മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് നല്ല കൂട്ടുകെട്ടുകളിലേക്ക്, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ജീവിതത്തിലേക്ക്. ഇതാണ് ഇന്നത്തെ ഹിജ്റ. വളരെ മനോഹരമായ സന്ദേശമാണത്. അവസാനമായി ഒന്നുകൂടി ചോദിക്കട്ടെ, ഈ വർഷാരംഭത്തിൽ നമ്മുടെ ശ്രോതാക്കളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഹിജ്റ വർഷം മാറുമ്പോൾ കലണ്ടർ മാത്രമല്ല, നമ്മുടെ ജീവിതവും മാറേണ്ടതുണ്ട്. ഒരു മോശം ശീലം ഉപേക്ഷിക്കാം, ഒരു നല്ല കാര്യം തുടങ്ങാം, നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാം, ഖുർആനോട് നല്ല ബന്ധം സ്ഥാപിക്കുക. കാരണം യഥാർത്ഥ ഹിജ്റ എന്നുള്ളത് ഹൃദയത്തിൽ നിന്നാണ്. അൽഹംദുലില്ലാ, അത് നല്ലൊരു സംഭാഷണമായിരുന്നു. ഹിജ്റയെ വെറും ചരിത്രമായി കാണാതെ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.